ഗുഡ് മോർണിംഗ്. ഇതെപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ആദ്യമേ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പം കുഞ്ഞ് ഉണർന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ എൻ്റെ പഴയ ഫോണായിരുന്നപ്പോൾ ഞാൻ കരുതിയിരുന്നത് എനിക്ക് ഫോണിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാവാം ഈ മെയിലായിട്ട് വന്ന് കിടക്കുന്നത് എൻ്റെ കുറച്ച് കമൻസ്. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ അയക്കുന്നതിൻ്റെ ആണോ ഇനി അതിൻ്റെ മെത്തേഡ്സിൻ്റെ ആണോ എന്നറിയില്ല. എനിക്ക് കൂടുതൽ കമൻറ്റുകൾ നേരെ വന്ന് കിടക്കുന്നത് മെയിലിലേക്കാണ്. ഞാനപ്പം അത് ഓർക്കാറില്ല മെയിലിൽ പോയി നോക്കാൻ. ചിലപ്പോൾ ഈക്വലായിട്ട് കിടക്കും. നമുക്ക് സാധാ കമൻസിൽ വരുന്നതും അത് തന്നെ ആയിരിക്കാം മെയിൽ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒന്ന് നോക്കിയത്, സമയം കിട്ടിയത് കൊണ്ട്. അത് സമയമില്ലാത്തതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഫോണ് എടുക്കുമ്പോൾ കുഞ്ഞ് വരും, അപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ അതെന്തുവാണ്. അപ്പം പിന്നെ അതിൻ്റെ പേരിൽ ബഹളം വേണമെന്ന് വിചാരിച്ച് ഞാൻ മാക്സിമം അവളുടെ അടുത്ത് നിന്ന് ഫോൺ മാറ്റാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കമൻസ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പേരെന്താണെന്നുള്ളത്. എൻ്റെ പേര് സൗമ്യ എന്നാണ് കേട്ടോ. അപ്പം അതിനൊന്നും എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. കാരണം ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പം അത് മറുപടി കിട്ടുമെന്നുള്ള രീതിയിലാണല്ലോ ചോദിക്കുക. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് എനിക്കത് മറുപടി പറയാൻ പറ്റാത്തതിൽ സോറി. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കേട്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വെളിച്ചത്ത് വരുന്നതിനെ കുറിച്ചായിരുന്നു. ഞാൻ എന്തായാലും വരും. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, എനിക്കിതിൽ നിന്നൊരു വരുമാനം എന്ന രീതിയിൽ ഉദ്ദേശിച്ചല്ല ഞാനിത് എൻ്റെ ചാനൽ തുടങ്ങിയത്. കാരണം മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരുമില്ല. അപ്പം അതൊന്നും ഷെയർ ചെയ്യാം എന്നത് മാത്രമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമുക്ക് മനസ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് അത് പഠിച്ച ഡോക്ടേഴ്സിനൊക്കെ പോയി സംസാരിക്കാം. പക്ഷെ അവർ പഠിച്ചത് ഒരു രീതിയുണ്ട്. അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഓരോ മനസ്സിലുള്ള ആളുകളെ സംസാരിച്ചിട്ട് ആണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് അവരതിനനുസരിച്ചുള്ള മറുപടി തരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ നമുക്ക് പൂർണ്ണമായൊരു തൃപ്തി ഉണ്ടാവണമെന്നില്ല. ഞാനും കരുതിയത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളത് കൂടിയാണ്. കമൻറ്റിലൂടെ പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ എനിക്കറിയാവുന്നതൊക്കെ നമുക്ക് ഷെയർ ചെയ്താൽ ഒന്ന് റിലാക്സായി പോകും എന്നൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം വ്യൂസൊക്കെ ആയി വന്നതാണ്. 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് കുറേ ദിവസം വീഡിയോസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ വീണ്ടും എൻ്റെ വ്യൂസൊക്കെ അങ്ങ് താഴേക്ക് പോയി. ഇപ്പോഴും ആ ഒരു ലെവലിൽ നിന്ന് വന്നിട്ടില്ല. അപ്പം എനിക്ക് ആ ഒരു യൂട്യൂബ് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെല്ലാവരെയും നോക്കിക്കൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. അതുവരെ തൽക്കാലം ഇങ്ങനെ പോകട്ടെ എന്നാണ് ഞാൻ കരുതിയത്. കാരണം ഞാനും ഒരു കുടുംബത്തിലെ അംഗമാണ്. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതിൽ കാര്യമില്ല. ഞാനൊരു ഭാര്യയാണ്, ഒരു പെങ്ങളാണ്, അല്ലെ ഒരു ചേച്ചിയാണ്, അങ്ങനെയൊക്കെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല മറ്റുള്ളവർക്കൊക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവരോടുകൂടി ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കാം നല്ലത്. അല്ലെങ്കിൽ പിന്നീട് അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ എനിക്കിതിൽ പറ്റും, എനിക്കൊരു കഴിവുണ്ടെന്ന് മറ്റുള്ളവർ ബോധ്യപ്പെട്ടാൽ, എൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് എനിക്കതിൽ സംസാരിക്കാൻ കഴിവുണ്ട്, നീ വിജയിച്ചു എന്ന രീതിയിൽ അവർക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ പറയും നീ മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് പറയും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതൊന്നും ശരിയാവില്ല എന്ന് പറയും. നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു മനസ്സിലെ. കാരണം ഈ യൂട്യൂബ് ചാനലെന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം എത്ര എണ്ണം വിജയിക്കുന്നു, എത്ര എണ്ണം പരാജയപ്പെടുന്നു. അപ്പം നമുക്ക് പറ്റുമെന്ന് മറ്റുള്ളവരെ തെളിയിച്ചാൽ പിന്നീട് നമുക്കതിനെക്കുറിച്ചൊന്നും ആരോടും ഒന്നും പറയേണ്ടതോ ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചത്തിലേക്ക് വരാത്തത്. പിന്നെ റേഡിയോ പോലെ ഞാനും നിങ്ങൾക്കൊപ്പമുണ്ട്. എന്തുണ്ടെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ മനസ്സ് എന്നത് തുടങ്ങിയത് തന്നെ ഇതാണ്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, കുറച്ച് അധികം വാക്കുകളിലൂടെ പറയുകയാണ്.
മനസ്സിൻ്റെ സത്യമാണ്. നമ്മളിപ്പം നമുക്കിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ആവശ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആരെക്കുറിച്ചും ചിന്തിക്കാറില്ല. അതിൽ നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. മനസ്സിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ മനസ്സാണ്. ഇപ്പം ഞാൻ ശരിയെന്ന് കരുതുന്നത് മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. അപ്പോൾ അവരുടെ പ്രതികരണം മറ്റൊന്നായിരിക്കും. അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് കൈവിട്ട് പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ശരി, ആ സമയത്ത് നമ്മളോട് എന്താണ് എന്ന് ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകളുമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതെല്ലാം നമുക്ക് തരണം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് അത് കമൻ്റായിട്ട് അറിയിക്കുക. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. അപ്പം അത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കേട്ട് ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിക്കുന്ന ഫീൽഡാണല്ലോ, വലിയ കുട്ടികളൊക്കെയാണ്, +2 ഒക്കെ വരെ കോളേജിൽ പഠിക്കുന്നത്. അവരൊക്കെ നമ്മളൊന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവർക്ക് എന്തൊക്കെയോ നമ്മൾ ഓക്കെ ആണെന്ന് തോന്നി എത്രയോ കുട്ടികൾ വന്നിട്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളോട് പറയാറുണ്ടെന്നറിയാം. കൂടുതൽ ഞാനൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് നമ്മളോട് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് വരും. പെൺകുട്ടികൾക്കായാലും വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് പറയാനൊക്കെ. അപ്പം ഞാൻ അതൊക്കെ കേൾക്കാറുണ്ട്. അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഏത് നല്ല കാര്യത്തിന് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം കൂടിയാണ്, അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒരാളുടെ സ്വഭാവം അങ്ങനെ നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടും നമുക്ക് പിന്നെയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോകാതിരിക്കുന്നത് നല്ലത്. കാരണം അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക. അവരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് ചെയ്തിരിക്കുക. സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പം എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്, നമ്മളതിനെക്കുറിച്ച് പറയാതെ ഇരിക്കുക. അവർ പറയുന്നൊന്നും നമുക്കും കേൾക്കണം, നമ്മൾ അവരോടൊട്ടൊന്നും പറയുകയും വേണം. നമ്മുടെ സന്തോഷം എപ്പോഴും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സന്തോഷം അത് വെറുതെ എന്താ പറയുക, ചിലർ പറയും മദ്യപിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖം കിട്ടും, സിഗരറ്റ് വലിച്ചാൽ ഇതൊന്നും ഒരു സുഖമല്ല അല്ലേ. നമുക്ക് മറ്റൊരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയും. ആ സന്തോഷങ്ങൾ നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇതാണ് എൻ്റെ സന്തോഷമാർഗം. ഒരു നെഗറ്റീവിലേക്ക് ഒരിക്കലും പോവില്ല. മറ്റുള്ളവരാണ് ഇവളിങ്ങനെയാണോ അല്ലെ ഇവൻ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന രീതിയിലാവില്ല. കാരണം നമ്മുടെ മനസ്സിനെ പിന്നീട് അത് വേദനിപ്പിക്കും. അപ്പം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് സമൂഹത്തിന് ദോഷകരമല്ലാത്ത എന്ത് സന്തോഷവും കണ്ടെത്തുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുഞ്ഞായി ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളാണ്. ഹസ്ബൻഡ് എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല. നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, ഫോണുണ്ട്, അത്യാവശ്യം വിളിക്കാൻ പറ്റും, ഒരുപാട് നെറ്റ് ഒരുപാട്, അത് GB വെറുതെ പോകുന്നുണ്ട്. അപ്പോഴാണ് ഒരു ദിവസം ഞാൻ രാത്രി ഇങ്ങനെ, ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ടൈമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ അവരുടെ ആ സ്വഭാവം റെഡിയാക്കിക്കൊണ്ട് വരുന്ന ഒരു ടൈമുണ്ട്, ഒരു വയസ്സ് മുതൽ. അപ്പോൾ അവരെ നേരത്തെ കിടത്തി ഉറക്കുക, സമയത്തുള്ള ഭക്ഷണം രാവിലെ ഉണർത്തുക, ഇതൊക്കെ കറക്റ്റായിട്ട് ഞാൻ പോകുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം 8 മണിക്ക് മുമ്പ് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കും. അപ്പം ചിലപ്പോൾ 7-7:30 ആ ഒരു ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് 8 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ മുകളിലേക്ക് വന്ന് മേലൊക്കെ കഴുകി അപ്പോഴവളെ ഉറക്കാനായിട്ട് നോക്കുകയാണ്. അത് അവളെ 8:30, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ 9 മണി ആ ഒരു ടൈം. അതിലെന്തായാലും 8-8:30 എന്നുള്ള ടൈമിൽ അവൾ ഉറങ്ങിയിരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് സമയം ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുക, കുറേ എന്തെങ്കിലും വായിക്കുക, എന്തെങ്കിലും എഴുതുക എന്നൊക്കെ ഉള്ളതല്ലാതെ. അപ്പം ഞാനിങ്ങനെ ഫോണിലിങ്ങനെ നോക്കിയപ്പോൾ അല്ല, ഇത് ഞാൻ ഓർത്തിരുന്നത് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുമ്പോൾ കുറേ കടമ്പകളുണ്ടാകും, പക്ഷേ എളുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി 8-ാം തീയതി അങ്ങോട്ട് തുടങ്ങിയിട്ട് ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്തത് 14-ാം തീയതി. അത്രയും ദിവസം വെറുതെ. അപ്പം ഞാനൊക്കെ ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ലല്ലോ. ജസ്റ്റ് 1-2 വോയിസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ആളുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴെനിക്ക്
ഓക്കെ. അപ്പോൾ എനിക്കിത് സംസാരിക്കുന്നത് വഴി എൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആവുന്നുണ്ട് നല്ലതുപോലെ. കാരണം ഇപ്പം ഞാൻ ഒരാളെന്നോട് പറഞ്ഞ പോലെ സംസാരിക്കാൻ ആരും കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറിയിൽ എഴുതാം. പിന്നെ എന്താണ്, ഞാനിപ്പം വീഡിയോ ചെയ്യുന്നു, അപ്പം ഓരോ ദിവസവും ഞാൻ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഞാനിപ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ ഇതുപോലൊക്കെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു തോന്നലുണ്ടാകും, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് കൂടി പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരിടയ്ക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതുകൂടി ഞാൻ ഇതിനകത്തിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം കുട്ടികളുടെ സംസാരവും കുട്ടികളുമായിട്ട് ഇടപഴകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം ആരും ഇല്ല എന്നൊന്നും വിചാരിക്കണ്ടേ, നമ്മളുണ്ട്, അതാണ് ഏറ്റവും വലുത്. പിന്നെ എന്താ പറയുക, കമൻറ്റ് ഇതൊക്കെ കേൾക്കുക, പ്രശ്നമില്ലാത്തവരാരും ഇല്ല. മനസ്സ് നമ്മൾ തന്നെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് അതൊക്കെ പഴയ കുറേ വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിൻ്റെ വൈദ്യൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ വൈദ്യൻ നമ്മളാണ്. ആരെന്തൊക്കെ പറഞ്ഞു തന്നാലും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിപ്പോൾ നമ്മൾ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതും പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോഴും പറ്റുകയില്ല. അതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. എന്തായാലും ഒരു സപ്പോർട്ട് എന്ന ആരും ഇല്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട. ഏതായാലും ഞാനിവിടെ ഉണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.